ജോർജിനോട് അത്രയേറെ ശത്രുത ഈരാറ്റുപേട്ടയിലെ കുറെ ആളുകൾക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജിനെ തോൽപ്പിച്ചിട്ട് അവർ ഒരു ശവപ്പെട്ടിയിൽ ജോർജിന്റെ രൂപമുണ്ടാക്കി കിടത്തി അതിനു ചുറ്റും ആഹ്ലാദ നൃത്തം ചെയ്യുകയായിരുന്നു. അത്രമാത്രം ശത്രുതയാണ് ജോർജിനോട് അവർക്ക്. അവരുടെ അജണ്ട വ്യക്തമായിരുന്നു, ജോർജിനെ ജയിലിൽ അടയ്ക്കണം എന്ന അജണ്ട. അതിനുവേണ്ടി അവർ അവസരം കാത്തിരുന്നു. ഒരു ചാനൽ ചർച്ചയിൽ ജോർജ് വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞു. ഹൈക്കോടതിക്ക് പോലും ജോർജിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും ജോർജ് നാടകീയമായ നീക്കങ്ങൾ നടത്തി. ചൊവ്വാഴ്ച തന്നെ ജോർജിന്റെ ജാമ്യാപേക്ഷ വീണ്ടും അതേ കോടതിയിൽ പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുൻകൂർ ജാമ്യവും രണ്ടാണ്. മുൻകൂർ ജാമ്യം ഒരാൾ പോലീസിന് മുൻപിൽ എത്തുന്നതിന് മുൻപ്, അയാളെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് അയാൾ കൊടുക്കുന്ന ഹർജിയാണ്. ഈ മുൻകൂർ ജാമ്യം തള്ളിയാൽ അറസ്റ്റിന് വിധേയമാകണം. അറസ്റ്റിന് വിധേയമായാൽ ജാമ്യാപേക്ഷ കൊടുക്കാം. മുൻകൂർ ജാമ്യാപേക്ഷ അല്ല. തിങ്കളാഴ്ച തന്നെ ജാമ്യാപേക്ഷ കൊടുത്തു. തിങ്കളാഴ്ച തന്നെ ജാമ്യം തള്ളി ജോർജിനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. പക്ഷേ ജോർജിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. ആ മെഡിക്കൽ റിപ്പോർട്ട് എവിടെ നിന്നെങ്കിലും കിട്ടിയതല്ല, ജില്ലാ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ്. ജോർജിന്റെ ECG ലെവലിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ജോർജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജോർജ് ജയിലിൽ പോയില്ല, മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. തിങ്കളാഴ്ച രാത്രി തന്നെ ചൊവ്വാഴ്ച ജോർജിന് വേണ്ടി ജാമ്യാപേക്ഷ അതേ കോടതിയിൽ സമർപ്പിച്ചു. തിങ്കളാഴ്ച കൊടുത്ത ജാമ്യാപേക്ഷ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ കൊടുക്കുന്ന ജാമ്യാപേക്ഷയാണ്. ആ നടപടിക്രമം പൂർത്തിയായി. സാഹചര്യം മാറി. ജോർജിന്റെ കസ്റ്റഡി കൊടുത്തു. ജോർജിനെ റിമാൻഡ് ചെയ്തു. വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കാം. സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോർജിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കൊടുക്കുന്നു. മജിസ്ട്രേറ്റ് കോടതി അത് വ്യാഴാഴ്ച പരിഗണിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച ജോർജിന് ജാമ്യം അനുവദിക്കുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ ജോർജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതാണ്. ജോർജ് ഇന്ന് വെള്ളിയാഴ്ച ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. കാരണം ജോർജിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജോർജിന് ആൻജിയോഗ്രാം വേണം എന്നായിരുന്നു ഡോക്ടർമാർ എഴുതിയത്. ജോർജ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു. എന്ന് ജോർജിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ജോർജ് പുറത്തേക്ക് വരികയാണ്. നീണ്ട അരനൂറ്റാണ്ട് പൊതുപ്രവർത്തനം നടത്തിയ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിരുന്നു. കാരണം PC ജോർജിനെ പോലെ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം പറഞ്ഞത് അബദ്ധമാണെങ്കിലും അദ്ദേഹം ജയിലിൽ കിടക്കാൻ മാത്രം ഗൗരവമേറിയ കുറ്റകൃത്യം ചെയ്തു എന്ന ചോദ്യം പലരും ഉയർത്തി. ജോർജ് പറഞ്ഞത് പറയരുതാത്ത വാക്കാണ്. എല്ലാ മുസ്ലിമുകളും വർഗീയവാദികളാണ് എന്ന് പറയാൻ പാടില്ലാത്തതാണ്. ജോർജ് അങ്ങനെ പറഞ്ഞു. അതിന്റെ പേരിൽ ജോർജ് ജയിലിൽ കിടക്കേണ്ടതുണ്ടോ ഈ വയസ്സാം കാലത്തെ എന്ന ചോദ്യം സമൂഹം ഉയർത്തിയത്. എന്തായാലും കോടതി പറഞ്ഞു, ജോർജ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ പ്രാഥമിക അന്വേഷണം നടക്കട്ടെ. ജോർജ് അന്വേഷണത്തോട് സഹകരിക്കട്ടെ. പക്ഷെ ജോർജ് ജയിലിൽ പോവേണ്ട, ജോർജ് ജാമ്യത്തിൽ പുറത്തിരിക്കട്ടെ എന്ന് കോടതി വിധി എഴുതി. ഇതോടെ എങ്ങും നിലവിളിയാണ്, പൊട്ടിക്കരച്ചിലാണ്. ജോർജിനെ എങ്ങനെയും ജയിലിൽ അടച്ച മതിയാവൂ എന്ന വാശിയിൽ രംഗത്തിറങ്ങിയവർക്ക് നിരാശ ഉണ്ടാവാതിരിക്കില്ല. കാരണം അവരുടെ വാശിയായിരുന്നു ജോർജിനെ ജയിലിൽ അടയ്ക്കണമെന്നത്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകാൻ തയ്യാറായിരുന്നു. അതിനുവേണ്ടി അവർ ഒരു കെണി ഒരുക്കിയാണ്. ആ കെണിയിൽ ജോർജ് വീണുപോയതാണ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ജോർജിന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. ജോർജ് ജയിലിലേക്ക് പോവും എന്ന ധാരണയുണ്ടായപ്പോഴാണ് അവർ ആഹ്ലാദിച്ച് ലഡു വിതരണം നടത്തിയത്. ആ ലഡു വിതരണം വെറുതെയായി പോയി.